ബില്ലിന് എതിരായി വളരെ ഗൗരവത്തിലുള്ള പ്രക്ഷോഭം തുടങ്ങാൻ പോവാണ്. ഇന്ന് UDF-ഉം ഈ കാര്യം ചർച്ച ചെയ്തു. ഓൺലൈൻ മീറ്റിംഗ് ഈ ബില്ലിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. എൻ്റെ ഒബ്ജക്ഷൻ കൂടുതലുണ്ട്. വനമന്ത്രി ബില്ല് നിയമസഭയിൽ ചർച്ച ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു ബില്ലേ ആവശ്യമുണ്ടായിരുന്നില്ല. ഇത് വനമേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ മുഴുവൻ കുടിയേറ്റക്കാരുടെ മുഴുവൻ പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓൺലൈനിൽ ചേർന്ന UDF ഇതിനെ ശക്തമായി എതിർക്കാൻ തീരുമാനിച്ച് UDF യോഗത്തിൽ എതിർക്കാൻ പറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി കമ്മിറ്റിയും ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ള നിലയിലാണ് പാർട്ടി കമ്മിറ്റിയും കാണുന്നത്. ഈ വനമേഖല ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലങ്ങളിൽ മുഴുവൻ ഇതിനെതിരായി പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. ഇത് പിൻവലിക്കുന്നവരെ പ്രക്ഷോഭം തുടരും എന്നാണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഇന്നിപ്പോൾ എന്ന UDF-ൻ്റെ യോഗം അവർ പറയും. ഈ ബില്ലിനെ ശക്തിയായി എതിർക്കാൻ ഇന്ന് UDF-നെതിരാണ് നിയമസഭയിലും ഇരിക്കുന്നത്. ഈ സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി ഉണ്ടൽക്കടവ് ഈ വീണ്ടും സാധുക്കളി തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ക്രൈസ്തവരുടെ ആചാരമായ കേക്ക് മുറിക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അത്തരത്തിൽ ഇസ്ലാമികമല്ല. വിഭാഗീയമായ പ്രശ്നങ്ങൾ എടുത്തിട്ട് പൊതുചർച്ച ആക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോകുന്നത് എന്നുള്ളതെങ്കിലും ആ ഒരു മിനിമം ഇതെങ്കിലും എന്താ പറയുക, ആ ഒരു മിനിമം അടക്കമെങ്കിലും എല്ലാവരും പാലിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ വർഗീയ ശക്തികളാണ്. അതൊന്നും ഇത് BJP ഉപയോഗപ്പെടുത്താൻ വേണ്ടിയ ഇടതുപക്ഷത്തിന് അത് ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള നിലയിൽ ഒരു കൂട്ടർ വിഭാഗീയമായ തരത്തിൽ ഇങ്ങനെ ഈ വക വിഷയങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ച് ഇവിടെ സമുദായത്തിൽ ഡിവിഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. എന്ന് മാത്രമല്ല പൊതുസമൂഹത്തെ കൂട്ടിപ്പിടിച്ച് പോവാനുള്ള ശ്രമങ്ങളെ പാർട്ടി നടത്തും. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മറ്റ് ജനവിഭാഗങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല. ശിഹാബ് തങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ബാപ്പുജി തങ്ങളും പൂക്കോയ തങ്ങളും ശിഹാബ് തങ്ങളും എഴുത്തങ്ങളും അതുപോലെയുള്ള പാണക്കാട് തങ്ങന്മാരൊക്കെ ലീഗ് പോരുന്ന ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ പോകുന്നു. അത് അനുസരിച്ച് തന്നെയാണ് അതാത് കാലഘട്ടങ്ങളിലുള്ള സംസ്ഥയുടെ നേതാക്കന്മാരും ഒക്കെ എല്ലാ കാലത്തും മുന്നിട്ടുള്ളത്. അത് പൊതുസമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ്. അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയോ അത്തരം വിഭാഗീയ വർഗീയ സമീപനങ്ങൾ കൊണ്ടും ലീഗ് ചെവിക്കൊടുത്തില്ല. അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലത്. കാരണം പൊതുസമൂഹം ഇത് വളരെ വളരെ എന്താ പറയുക, വില കുറഞ്ഞ രീതിയിലാണ് ഇത്തരം പ്രചരണങ്ങളെ കാണുന്നത് എന്ന് മാത്രമല്ല അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആര് പറഞ്ഞാലും ലീഗ് അതിൻ്റെ എല്ലാ സമുദായങ്ങളെയും സമൂഹങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ടുപോവുക എന്നുള്ള സമീപനം തുടരും. ആ സമീപനത്തിൻ്റെ കൂടെ ജനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്താ പറയുക കഴിഞ്ഞ പാർലമെൻറ്റിലെ ഉജ്ജ്വല വിജയം, അതുപോലെ തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഉജ്ജ്വല വിജയം, ഈ അടുത്ത സമയത്തുണ്ടായ മലപ്പുറത്തെ അതുപോലെ തന്നെ ബൾവാറിലൊക്കെ ഉണ്ടായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ ബൈ ഇലക്ഷനിലൊക്കെ ഉണ്ടായ ഉജ്ജ്വല വിജയം, പാലക്കാട്